ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതായത് ഞങ്ങൾ പുതിയ വീട്ടിൽ ചെന്നതിന് ശേഷം അവിടെ അടുത്തൊരു ചാപ്പലുണ്ട് കേട്ടോ. അവിടെ ഈ 8 നോയമ്പിൻ്റെ സമയത്ത് നടന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് തന്നെ കേട്ടോ. അതായത് 8 നോയമ്പിന് ഞങ്ങളുടെ അവിടേക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നോയമ്പ് നോറ്റ് എല്ലാ ദിവസവും കുർബാനയിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വേറൊരു രീതിയുണ്ട് കേട്ടോ. അതായത് മാതാവിൻ്റെ ഒരു കൊടി ഉയർത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു ചടങ്ങാണ് ഇവിടെ. അത് നമ്മുടെ അടുത്തുള്ള ആ ചാപ്പലിൽ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. ആദ്യത്തെ ദിവസമാണിത് കേട്ടോ. 7 ദിവസവും ഇതവിടെ നടത്തുന്നുണ്ട് ഇങ്ങനൊരു രീതി. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ പോയപ്പോഴാണ് ഇങ്ങനൊരു രീതി കണ്ടപ്പോൾ വലിയൊരു നമുക്ക് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ, വലിയൊരു അത്ഭുതമായിരുന്നു. ഓരോ വീട്ടുകാരാണ് ഈ ഫ്ലാഗ് നേർച്ച നൽകുന്നത്. ഓരോ വീട്ടുകാരെന്ന് വെച്ചാൽ 1, 2, 3 ഒക്കെ വീട്ടുകാർ ചേർന്നിട്ടായിരിക്കും ആ ഫ്ലാഗ് നേർച്ച നൽകി അവരായിരിക്കും ആ കൊടി ഉയർത്തുന്നതൊക്കെ കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇതായിട്ട് തോന്നിയത്, ഈ 7 ദിവസവും മാതാവിനെ 7 സാരികളായിരിക്കും ഉടുപ്പിക്കുന്നത്. അവിടെ ആ ചാപ്പലിനകത്ത് 3 മാതാവിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട്. ആ 3 സ്റ്റാച്യൂസിനും 7 ദിവസവും സാരികൾ മാറി മാറിയായിരുന്നു ഉടുപ്പിച്ചിരുന്നത്. അതും നേർച്ച നൽകുന്നതാണ്. അപ്പോൾ ഈ 7ാമത്തെ ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞ് 8-ാം തീയതി രാവിലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് കഴിയുമ്പോൾ മാതാവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഈ ഒരു 8 നോയമ്പ് എന്ന് പറയുന്നത്. ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നതായിട്ട് വെച്ചിട്ട് അവർ കേക്കൊക്കെ കട്ട് ചെയ്യും. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ 7 ദിവസവും മാതാവിനെ ഉടുപ്പിച്ച സാരി ഉണ്ടല്ലോ, 3 സ്റ്റാച്ചിൽ ഉടുപ്പിച്ച സാരികൾ അവർ ലേലത്തിന് വെക്കും. അത് ലേലം വിളിച്ച് അവിടെ അത് കൊടുക്കും. അത് 8-ാം ദിവസം 8-ാം തീയതിയാണ് അത് നടത്താറുള്ളത്. പക്ഷേ ആ 8-ാം തീയതിയിലെ ചടങ്ങ് കാണാൻ നമുക്ക് പറ്റിയില്ല. അന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ പള്ളിയിൽ പോയി അവിടുത്തെ മാതാവിൻ്റെ പെരുന്നാളൊക്കെ കൂടി നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് കാണാനോ അതൊന്നും വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് അവിടുത്തെ നേർച്ച എന്ന് പറയുന്നത്. ആ ഒരു കൊടിയുയർത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ നേർച്ചയുണ്ട്. ആ നേർച്ച എന്ന് പറയുന്നത് ബിരിയാണിയാണ് കേട്ടോ. അതും നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഇങ്ങനൊരു രീതി ഉണ്ടല്ലോ എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. ബിരിയാണിയാണ് അവിടെ നേർച്ച എന്നുള്ളത്. നമ്മുടെ അവിടെയൊക്കെ പായസമാണ് നേർച്ച കൊടുക്കുന്നത്. അതും എല്ലാ ദിവസവും ഇല്ല, ലാസ്റ്റ് ഡേ ആയിരിക്കും. അത് നമ്മുടെ ഇവിടെയൊക്കെ 8 ദിവസം നോയമ്പൊക്കെ നോക്കിയിട്ടാണ് ഈ നേർച്ച പായസമായിട്ട് കിട്ടുന്നത്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഈ 7 ദിവസവും കൊടിയുയർത്തലിന് ശേഷം ഈ ബിരിയാണി അവിടെ നേർച്ചയായിട്ട് കൊടുക്കും. അതും ആരാണോ കൊടി ഉയർത്തുന്നത് ആ ഫാമിലീസ് ആയിരിക്കും നേർച്ചയായിട്ട് ഈ ബിരിയാണി കൊടുക്കുന്നത്. നമ്മുടെ അവിടെ നോയമ്പൊക്കെ നോറ്റിട്ടാണ്. ഇവിടെ അങ്ങനൊരു രീതിയില്ല കേട്ടോ. ഇത് ഓരോ ദിവസത്തെയും ചടങ്ങും ഓരോ ദിവസത്തെയും രീതിയാണ്. 7 ദിവസത്തെയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതിൽ വലിയൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഒരു ജാതി മത ഭേദമന്യാണ് അവിടെ എല്ലാവരും ഈ ചടങ്ങിന് പങ്കെടുക്കുന്നത്. അതും അവരുടെയൊക്കെ വിശ്വാസം ഒന്ന് കാണണം. എല്ലാവരും എന്തോ ഒരു ഭയഭക്തിയോടുകൂടിയാണെന്നറിയാം ആ ഒരു ചടങ്ങിൽ അവർ വന്ന് നിൽക്കുന്നതെന്നറിയാമോ. ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും വന്ന് ആ ചടങ്ങിന് പങ്കെടുക്കുക. ഒരു 5 മണി തൊട്ട് അവിടെ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 6:30 കഴിയുമ്പോഴാണ് ഈ ഒരു മെയിൻ ശുശ്രൂഷയും ഈ ഒരു ഫ്ലാഗ് ഉയർത്തലും ഒക്കെ അവിടെ നടത്തുന്നത്. നമ്മളും ഒരു 6:30 കഴിയുമ്പോൾ പള്ളിയിൽ പോകും. എല്ലാ ദിവസവും നമ്മൾ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ച് മാതാവിൻ്റെ അടുക്കെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. 8 ദിവസത്തെ നോയമ്പ് നോക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഈ 8 ദിവസവും പള്ളിയിൽ പോകാനായിട്ട് സാധിച്ചു. അതിങ്ങനൊരു പള്ളി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് തന്നെ ആ 1-ാം തീയതിയാണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു. ഒരു ചാപ്പൽ പോലാണ്, വലിയൊരു പള്ളിയായിട്ടല്ല, ഒരു ചാപ്പൽ പോലാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയി ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു കേട്ടോ. നോയമ്പ് നോക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറിക്കിട്ടി. ഈ 7 ദിവസം അവിടുത്തെ ചടങ്ങിലൊക്കെ പങ്കെടുത്തപ്പോൾ അത് മാറിക്കിട്ടി. നമ്മൾ ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകും കേട്ടോ. അവിടെ നേർച്ചയ്ക്കൊന്നും നിന്നില്ല. കാരണം ഭയങ്കര ആളല്ലേ, എല്ലാവരും കൂടെ ഭയങ്കര ക്യൂവും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് അതിനൊന്നും പറ്റില്ല. അല്ലേ, ഞാൻ ആ നേർച്ച എടുത്തതൂടെ ഞാൻ കാണിച്ചതിന് ആ ഹോസ്റ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബഹളമാവും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ തിരിച്ചു പോരും കേട്ടോ. പിന്നെ അച്ഛന്മാരെ ഒന്നും ഞാനിതിൽ കണ്ടില്ല കേട്ടോ. കുറേ ബ്രദേഴ്സ് കൂടിയിട്ടാണ് അവിടെ, ആ ഒരു ചാപ്പലല്ലേ അപ്പം മെയിൻ, അതുകൊണ്ടായിരിക്കാം ബ്രദേഴ്സ് കൂടിയിട്ടാണ് അവിടെ ആ ചടങ്ങുകളും പ്രാർത്ഥനകളും എല്ലാം നടത്തുന്നത്. അതിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരാണ് കൂടുതലും പാട്ടും കാര്യങ്ങളും ശുശ്രൂഷകളും ഒക്കെ നടത്തുന്ന അവരാണ് കേട്ടോ. പിന്നെ ഈ 7 ദിവസവും ഈ ഒരു 6:30 ആകുമ്പോൾ പള്ളിയിൽ പോകണം, അവിടുത്തെ ആ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. 8-ാം തീയതി അയ്യോ ഇന്നുണ്ടോ, ഇന്ന് എന്തെങ്കിലും ഉണ്ടോ അവിടെ പ്രോഗ്രാം എന്നുള്ള ഒരു തിങ്കും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഇവിടെ കുട്ടികൾക്കാണേലും ആ ഒരു സമയമാകുമ്പോൾ അമ്മേ പള്ളിയിൽ പോകണ്ടേ, നമുക്ക് പോകാം പ്രാർത്ഥിക്കാം എന്ന് പറയുന്നൊരു രീതിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ 7 ദിവസം നമുക്ക് വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും ഓരോ കൊടികൾ
കുറേ ഫാമിലീസ് ചേർന്നിട്ടായിരിക്കും അവിടെ നേർച്ച നേരുന്നത്. ഒരു ഫാമിലി ആയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, 2-3 ഫാമിലീസൊക്കെ ചേർന്നിട്ടായിരിക്കും അവർ നടത്തുന്നത്. അപ്പോൾ ഓരോ ഫാമിലിയുടെ അവരുടെ റിച്ച്നെസ് അനുസരിച്ചായിരിക്കും അവിടുത്തെ ഓരോ ചടങ്ങിൻ്റെയും പ്രൗഢി കൂടുന്നത് കേട്ടോ. ഇടയ്ക്ക് 2 ദിവസത്തെ ഈ കൊടിയുയർത്തലിന് ഭയങ്കര പടക്കം പൊട്ടിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നടത്താൻ നിവൃത്തിയില്ലാത്തവർ കാണും. ചിലപ്പോൾ നേർച്ച നടത്തുമ്പോൾ അത്രയും ആർഭാടമായിട്ടൊന്നും നടത്താൻ പറ്റാത്തവർ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അവരൊന്നും അങ്ങനെ നടത്തിയിട്ടില്ലായിരുന്നു. 2 ദിവസമേ ഉള്ളായിരുന്നു ഇങ്ങനെ വലിയൊരു ഇതായിട്ട് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ 7-ാം തീയതിയിൽ നടന്ന ഫ്ലാഗ് ഹോസ്റ്റിംഗ് അത് വലിയൊരു ചടങ്ങായിരുന്നു. എന്നും വരുന്നതിലും ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത് വന്നായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ കൊടി നേർച്ച വെച്ചിരുന്ന ഫാമിലീസ് അവർ വേളാങ്കണ്ണിയിൽ പോയി എടുത്തിട്ട് വന്ന ഒരു കൊടിയായിരുന്നു അത് കേട്ടോ. അതവർ വളരെയധികം ഭക്തിപൂർവ്വം ആ പള്ളിക്ക് വലം വെച്ച് കൊണ്ടുവന്ന് അത് ഉയർത്തിയത് തന്നെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു കേട്ടോ. അത് കാണാൻ ഒരുപാട് പേര്, ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത്ര ഭക്തിയോടുകൂടിയാണ് ആ കൊടി ഉയർത്തുന്നതൊക്കെ കാണുന്നത് കേട്ടോ. നമുക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. ഇത്രയും ഭക്തി നിർഭരമായി അവിടെയുള്ള ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെയധികം ഒരു എന്താണ് നമുക്കൂടെ ഒരു റിലീഫ് തരുന്ന ഒരു രീതിയായിരുന്നു. അമ്മേ വാഴുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ് അവർ ആ കൊടി ഉയർത്തുന്നത് കേട്ടോ. അന്ന് ആ 7-ാം തീയതി വലിയ ആഘോഷമായിട്ടാണ് അത് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ അന്ന് ഗണേശ ചതുർത്ഥി ആയിരുന്നു. ഇതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് വരുന്ന റോഡിൽ ഗണേശ ചതുർത്ഥിയുടെ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് അവിടെയും വലിയ ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്ലാഗ് ഉയർത്തുന്ന സമയത്ത് അവിടെ എല്ലാവരും അവിടെ സൗണ്ടും കാര്യങ്ങളും കൊട്ടും പാട്ടും ഒക്കെ നിർത്തി. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവരവിടെ തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ അവിടുത്തെ ഹോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരം ഞങ്ങൾ കണ്ടതാണിത് കേട്ടോ. ആ ഒരു റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത് കേട്ടോ. ഇവിടെയും ഭയങ്കര ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത്, ഇവിടെ അങ്ങനെ മതം ജാതി വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവരും എല്ലാത്തിലും പങ്കെടുക്കും. ഈ ഹോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലാഗ് ഉയർത്തെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നവർ ഇതും കണ്ടിട്ടാണ് പോയത് കേട്ടോ. നമ്മളും അതൊന്ന് കണ്ടു. അവിടെ ഭയങ്കര കൊട്ടും ബഹളമൊക്കെ ആയിരുന്നു. അന്ന് നൈറ്റ് മുഴുവനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇതൊന്ന് നിങ്ങളെ കാണിക്കണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. നമ്മൾ കാണാത്ത പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ കണ്ടപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കണമെന്നൊക്കെ എനിക്ക് തോന്നി. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി പുതിയ വിശേഷങ്ങളുമായി നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.